സ്വാമിയുടെ അടുത്ത് ഒരു ആള് വന്നാൽ ഇത് എഴുതിയ കുട്ടീനോട് പറയാനുള്ളത്, ദയവ് ഇതിങ്ങനെ എഴുതരുത്. മലയാള പദങ്ങളെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുക, അങ്ങനെ എഴുതരുത്. മലയാള ലിപിയിൽ മലയാളം എഴുതുക, ഇംഗ്ലീഷ് ലിപിയിൽ ഇംഗ്ലീഷ് എഴുതുക. മറ്റത് പാടില്ല, തെറ്റാണ്. എന്തുകൊണ്ട് തെറ്റാണെന്ന് വെച്ചാൽ പരീക്ഷയ്ക്ക് വട്ടപൂജ്യം മാർക്ക് കിട്ടും. വട്ടപൂജ്യ കിട്ടുക. 80% 90% മാർക്ക് കിട്ടി പാസ്സായിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടി 10ാം ക്ലാസ്സിൽ തോറ്റു ടെർമിനൽ പരീക്ഷയ്ക്ക്. ആ കുട്ടിയുടെ രക്ഷിതാക്കൾ അച്ഛനമ്മമാരെ വിളിപ്പിച്ചു. അച്ഛനമ്മമാർ ഞെട്ടിപ്പോയി. കാരണം 80-90 മാർക്ക് കിട്ടിയ കുട്ടി വട്ടപൂജ്യം എങ്ങനെയാ കിട്ടുക? അപ്പൊ ടീച്ചർ ആ കുട്ടിയുടെ ആൻസർ പേപ്പർ കാണിച്ചു കൊടുത്തത് ഞാൻ എങ്ങനെയാ വാല്യൂ ചെയ്യേണ്ടത്? യുവർ എന്നുള്ളതിന് പകരം YOUR എന്ന് എഴുതേണ്ടതിന് പകരം UR എന്ന് എഴുതിയിട്ടുണ്ട്. മനസ്സിലായില്ല? അങ്ങനെ വികലമായ എന്തൊക്കെയോ അക്ഷരങ്ങൾ എഴുതിയിട്ട് ആൻസർ പേപ്പറിൽ നിറച്ചിരിക്കുക. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെ എഴുതരുത്. ഇംഗ്ലീഷ് വാക്കുകൾ മലയാളത്തിൽ എഴുതണ്ട, മലയാള വാക്കുകൾ ഇംഗ്ലീഷിൽ എഴുതണ്ട. നമുക്കൊക്കെ ലിപിയില്ലേ, എത്ര നല്ല ലിപിയുണ്ട്, അത് ഉപയോഗിക്കുക. അതാണ് പറയാം. ഇല്ലെങ്കിൽ നിങ്ങളുടെ പഠിപ്പിൽ അത് ദോഷമായിട്ട് വരും. പഠിപ്പിൽ മാത്രമല്ല, നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ വികാസം വളരെയധികം സംഭവിക്കുന്നത് നമ്മൾ എഴുതുമ്പോഴാണ്. ഓരോ ഭാഷയ്ക്കും അതിൻ്റെ തനത് ഭാവങ്ങളുണ്ട്. അത് ആ രീതിയിൽ തന്നെ എഴുതിയിട്ട് വേണം ശീലിക്കുക. അതുകൊണ്ട് ഇത് ചെയ്യാൻ പാടില്ല എന്ന് പ്രത്യേകിച്ച് ഈ എഴുതിയ മോളോട് പറയുകയാണ്. സ്വാമിയുടെ അടുത്ത് ഒരാൾ വന്നാൽ അയാളുടെ മനസ്സ് സ്വാമിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? പറ്റില്ല, തീരെ പറ്റില്ല. അയാളെ ശരീരം തന്നെ മനസ്സിലാക്കാൻ പറ്റില്ല, പിന്നെയല്ലേ മനസ്സ് മനസ്സിലാക്കാൻ പറ്റണത്? ഒന്നും പറ്റില്ല. എന്നാ ചിലപ്പോ ചിലരെ കണ്ടാൽ എന്നെ കണ്ടാ കിണ്ണം കെട്ടവനാണെന്ന് തോന്നുമോ എന്നുള്ള മുഖമൊക്കെ ആയി വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും. അല്ലാണ്ട് മനസ്സിലാവുമൊന്നുമില്ല. ഒരാള് തെറ്റ് ചെയ്തിട്ട് ഉണ്ടേൽ അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? തെറ്റ് ചെയ്യാത്ത ആരാ ഉള്ളത്? തെറ്റ് ചെയ്യാത്ത ആരും ലോകത്തിലില്ല. അതുകൊണ്ട് തെറ്റ് ചെയ്തവനെ ഒരിക്കലും വെറുക്കരുത്. തെറ്റിനെ വെറുക്കാം, തെറ്റ് ചെയ്ത ആളെ വെറുക്കരുത്. ദുർജനങ്ങൾ നശിച്ചു പോകുന്നു നമ്മുടെ ആചാര്യന്മാർ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ദുർജന സജ്ജനോ ഭൂയാത് സജ്ജന ശാന്തി മാപ്നുയാത്, അങ്ങനെയാ പറഞ്ഞേ. ദുർജനം സജ്ജനാവട്ടെ. തെറ്റുകളല്ലേ നമ്മളെ കൂടുതൽ പഠിപ്പിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന ശരിയേക്കാൾ നമ്മുടെ ഗുരു തെറ്റാണ്. കാരണം ശരിയൊന്നും പഠിപ്പിക്കുന്നില്ല, തെറ്റുകൾ നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തെറ്റ് ചെയ്തു പോയി, സാരമില്ല, തിരുത്തുക. തീർച്ചയായിട്ടും തിരുത്താൻ പറ്റും. അവിടെയാണ് മനുഷ്യന്റെ മഹിമ.